മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം തിരഞ്ഞെടുത്ത ന്യായാധിപനായ സാമുവേലിൻ്റെ നേതൃത്വത്തിൽ നിന്ന് സൗളിലേക്കുള്ള രാജഭരണത്തിൻ്റെ പ്രാരംഭത്തിലേക്കുള്ള ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. സാമുവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ന്യായാധിപന്മാരായി നിയമിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തിൻ്റെ സന്മാതൃക പിന്തുടർന്നില്ല. അവർ അനീതി പ്രവർത്തിക്കുന്നവരും കൈക്കൂലിപ്രിയരുമായിരുന്നു. ഇതുമൂലം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം അപേക്ഷിച്ചു: അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. 1 സാമുവേൽ 8:5. ജനങ്ങളുടെ ഈ അപേക്ഷ സാമുവേലിനെ ഏറെ അസ്വസ്ഥനാക്കി. കാരണം അത് കേവലം നേതൃത്വത്തെക്കുറിച്ചുള്ളതൊന്നല്ല, മറിച്ച് ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെ ബാധിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കോപത്തോടെ പ്രതികരിക്കുന്നതിന് പകരം അദ്ദേഹം പ്രാർത്ഥനയിലേക്ക് തിരിയുകയും ഈ വിഷയം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ദൈവം വളരെ വ്യക്തതയോടെ സാമുവേലിന് മറുപടി നൽകി: ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് നിരസിക്കുന്നത്. 1 സാമുവേൽ 8:7. ഒരു മാനുഷിക രാജാവിനായുള്ള അവരുടെ അപേക്ഷ ആഴമേറിയ ഒരു ആത്മീയ പ്രശ്നത്തെയാണ് വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശത്തിലും സംരക്ഷണത്തിലുമുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അദൃശ്യനെങ്കിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഭരണത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൃശ്യമായ മാനുഷിക അധികാരത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. ഇത് പുതിയ ഒരു മനോഭാവമല്ലെന്ന് ദൈവം സാമുവേലിനെ ഓർമ്മിപ്പിച്ചു. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ സമയം മുതൽ ജനങ്ങൾ പലപ്പോഴും അവിടുത്തെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. വീണ്ടും വീണ്ടും അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെയും ചുറ്റുമുള്ള ജനതകളുടെ രീതികളെയും പിന്തുടരുകയും ചെയ്തു. ഒരു രാജാവിനായുള്ള ഈ അപേക്ഷയും അവരുടെ പഴയ അവിശ്വസ്തതയുടെ ആവർത്തനമായിരുന്നു. ഒരു മാനുഷിക രാജാവ് എന്തൊക്കെ ചെയ്യുമെന്ന് ജനങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ ദൈവം സാമുവേലിനോട് അരുൾ ചെയ്തു. അതിനാൽ സാമുവേൽ എല്ലാം സത്യസന്ധമായി വിവരിച്ചു. ഒരു രാജാവ് അവരുടെ പുത്രന്മാരെ സൈന്യസേവനത്തിനും തനിക്കും വേണ്ടി ജോലി ചെയ്യുവാൻ നിർബന്ധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ പുത്രിമാരെ തൻ്റെ കൊട്ടാരത്തിലെ ജോലികൾക്കായി കൊണ്ടുപോകും. രാജാവ് അവരുടെ ഏറ്റവും നല്ല നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും പിടിച്ചെടുത്ത് തൻ്റെ ഉദ്യോഗസ്ഥർക്ക് നൽകും. അവരുടെ വിളവുകളിൽ നിന്നും ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും അദ്ദേഹം നികുതി പിരിക്കും. തൻ്റെ സ്വന്തം ജോലികൾക്കായി അവരുടെ വേലക്കാരെയും മൃഗങ്ങളെയും പോലും അദ്ദേഹം എടുത്തുകൊണ്ടു പോകും. ഒടുവിൽ രാജാവിന് കീഴിൽ ജനങ്ങൾ സ്വയം അടിമകളെ പോലെയാകും. ഈ ഭാരം കാരണം അവർ ഒരു ദിവസം നിലവിളിക്കുമെന്നും എന്നാൽ അന്ന് ദൈവം അവർക്ക് ഉത്തരം നൽകില്ലെന്നും സാമുവേൽ മുന്നറിയിപ്പ് നൽകി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഭരണം തമ്മിലുള്ള വ്യത്യാസമാണ് ഈ മുന്നറിയിപ്പ് കാണിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ നീതിയോടും കരുതലോടും സ്നേഹത്തോടെയും നയിക്കുന്നു. എന്നാൽ മാനുഷിക അധികാരം ഭാരമേറിയതും സ്വാർത്ഥത നിറഞ്ഞതുമായി മാറാം. ജനങ്ങൾ ദൈവത്തെ മറന്ന് മാനുഷിക ശക്തിയിൽ മാത്രം ആശ്രയിക്കുമ്പോൾ അവർ പലപ്പോഴും കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നു. സാമുവേലിൻ്റെ ഗൗരവമായ മുന്നറിയിപ്പ് ശ്രവിച്ചിട്ടും ജനങ്ങൾ അത് ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അവർ നിർബന്ധിച്ചു പറഞ്ഞു: അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം. മറ്റ് ജനതകളെ പോലെ തങ്ങളെ ഭരിക്കാനും യുദ്ധങ്ങളിൽ നയിക്കാനും തങ്ങൾക്ക് വേണ്ടി പോരാടാനും ഒരു രാജാവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. സാമുവേൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും ക്ഷമയോടെ ശ്രവിച്ച ശേഷം അവ കർത്താവിന് മുമ്പിൽ വീണ്ടും സമർപ്പിച്ചു. കർത്താവ് അദ്ദേഹത്തോട് അരുൾ ചെയ്തു: അവരുടെ വാക്കനുസരിച്ച് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഇതിനുശേഷം പുതിയ രാജഭരണ സംവിധാനത്തിനായുള്ള ഒരുക്കങ്ങൾക്കായി സാമുവേൽ ജനങ്ങളോട് തങ്ങളുടെ നഗരങ്ങളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. പരിണിത ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ജനങ്ങൾക്കുണ്ടായിരുന്ന ശക്തമായ ദൃഢനിശ്ചയമാണ് ഈ ഭാഗം കാണിക്കുന്നത്. യഹൂദ കത്തോലിക്ക വീക്ഷണങ്ങൾ മാനുഷിക വാശിയുടെ അടയാളമായിട്ടാണ് ഇതിനെ കാണുന്നത്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വിശ്വസിക്കുന്നതിന് പകരം മനുഷ്യർ സ്വന്തം ആഗ്രഹങ്ങളിൽ മുറുകെ പിടിക്കുന്ന അവസ്ഥയാണ് ഇത്. സൗളിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനും ആദരണീയനുമായ കീഷിൻ്റെ മകനായിരുന്നു സാവൂൾ. അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നും വന്ന അദ്ദേഹം മറ്റെല്ലാവരെക്കാളും ഉയരമുള്ളവനും സുന്ദരനുമായ യുവാവായിരുന്നു. ഇസ്രായേലിൽ അവനെപ്പോലെ പ്രഭാവമുള്ള മറ്റാരും ഉണ്ടായിരുന്നില്ല. ബൈബിൾ
വംശാവലിയോടുകൂടിയുള്ള ഒരു ആമുഖം സാവൂളിന് നൽകുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഒരു പ്രമുഖ കുടുംബാംഗം എന്ന നിലയിലുള്ള അവൻ്റെ വ്യക്തിത്വവും നിയമസാധുതയും ഇത് വ്യക്തമാക്കുന്നു. സാധാരണ ചരിത്രത്തിലൂടെയും യഥാർത്ഥ കുടുംബങ്ങളിലൂടെയുമാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നും ഇത് വെളിപ്പെടുത്തുന്നു. ബെഞ്ചമിൻ ഏറ്റവും ചെറിയ ഗോത്രമായിരുന്നിട്ടും ദൈവം അതിൽ നിന്ന് സാവൂളിനെ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായി തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ മാനുഷികമായ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് ഇത് കാണിക്കുന്നു. യഹൂദ കത്തോലിക്ക വീക്ഷണങ്ങളിൽ വംശാവലികൾ വ്യക്തികളെ ദൈവത്തിൻ്റെ ഉടമ്പടിയുമായും അവിടുത്തെ തുടർച്ചയായ പദ്ധതിയുമായും ബന്ധിപ്പിക്കുന്നു. അതേസമയം സൗളിൻ്റെ ശക്തമായ പശ്ചാത്തലവും രൂപഭാവവും ആഴമേറിയ ഒരു പാഠം നമുക്ക് നൽകുന്നു. യഥാർത്ഥ നേതൃത്വം പദവിയെയോ ബാഹ്യ ഗുണങ്ങളെയോ അല്ല, മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തതായി കാണാതായ കഴുതകളിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നോക്കാം. ഒരിക്കൽ സൗളിൻ്റെ പിതാവായ കീഷിൻ്റെ കഴുതകളെ കാണാതായി. അവയെ അന്വേഷിക്കാനായി കീഷ് സൗളിനെ ഒരു സേവകനോടൊപ്പം അയച്ചു. അവർ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചെങ്കിലും മൃഗങ്ങളെ കണ്ടെത്താനായില്ല. വിഫലമായ ദീർഘനേരത്തെ തിരച്ചിലിന് ശേഷം തൻ്റെ പിതാവ് തങ്ങളെക്കുറിച്ച് ആകുലപ്പെടുമെന്ന് ഭയപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങാൻ സാവൂൾ നിർദ്ദേശിച്ചു. അപ്പോൾ അടുത്ത നഗരത്തിലുള്ള ഒരു ദിവ്യ പുരുഷന്റെ അടുക്കൽ പോകാമെന്ന് സേവകൻ അഭിപ്രായപ്പെട്ടു. ഈ ദിവ്യന്റെ വാക്കുകൾ എപ്പോഴും സത്യമാകുന്നതിനാൽ അദ്ദേഹം എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനായിരുന്നു. അർഹമായൊരു സമ്മാനം നൽകാൻ ഇല്ലാത്തതിനാൽ സൗൾ മടിച്ചു നിന്നു. എന്നാൽ വേലക്കാരൻ്റെ കയ്യിൽ ഒരു ചെറിയ വെള്ളിക്കഷ്ണം ഉണ്ടായിരുന്നതിനാൽ അതുമായി അവർ പ്രവാചകന്റെ സഹായം തേടാൻ പോകാൻ തീരുമാനിച്ചു. അവർ നഗരത്തിന് അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ അന്ന് ഒരു ബലിയർപ്പണത്തിനായി അവിടെയുണ്ട് എന്ന് ഏതാനും യുവതികൾ അവരോട് പറഞ്ഞു. വിരുന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നതിനാൽ വേഗത്തിൽ പോകാൻ അവർ സാവൂളിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ സാവൂളും വേലക്കാരനും നഗരത്തിലേക്ക് യാത്ര തുടർന്നു. സാധാരണ സംഭവങ്ങളിലൂടെ ദൈവം തന്റെ പദ്ധതി എങ്ങനെ പൂർത്തിയാക്കുന്നുവെന്ന് ഈ യാത്ര വെളിപ്പെടുത്തുന്നു. സൗൾ രാജഭരണത്തിന് വേണ്ടിയല്ല, മറിച്ച് കഴുതകൾക്ക് വേണ്ടിയാണ് പ്രവാചകനെ തേടിയത്. എങ്കിലും ഈ ലളിത സാഹചര്യത്തിലൂടെ അവനെ രാജാവായി അഭിഷേകം ചെയ്യേണ്ട സാമുവേലിന്റെ അടുത്തേക്ക് ദൈവം അവനെ നയിക്കുകയായിരുന്നു. കഴുതകളെ കണ്ടെത്താൻ കഴിയാതെ പരാജയമെന്ന് തോന്നിയ അവസ്ഥ യഥാർത്ഥത്തിൽ ദൈവിക വഴി നടത്തലിന്റെ ഭാഗമായിരുന്നു. സൗളും സേവകനും നഗരത്തിൽ പ്രവേശിച്ച അതേ നിമിഷം തന്നെ ബലിയർപ്പണത്തിനായി മലമുകളിലേക്ക് പോവുകയായിരുന്ന സാമുവേലിനെ അവർ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ച യാദൃച്ഛികമായിരുന്നില്ല. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ താൻ അയക്കുമെന്നും ഫിലിസ്തീനിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇസ്രായേലിന്റെ ഭരണാധികാരിയായി സാമുവേൽ അവനെ അഭിഷേകം ചെയ്യണമെന്നും തലേ ദിവസം തന്നെ ദൈവം സാമുവേലിനോട് വെളിപ്പെടുത്തിയിരുന്നു. സാമുവേൽ സൗളിനെ കണ്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് എന്ന് കർത്താവ് അവന് സ്ഥിരീകരണം നൽകി. 1 സാമുവേൽ 9:17. എന്നാൽ സാവൂൾ അപ്പോൾ സാമുവേൽ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ദീർഘദർശി എവിടെയാണ് താമസിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. സാമുവേൽ തന്നെ സ്വയം വെളിപ്പെടുത്തുകയും ബലിക്കും വിരുന്നിനും തന്നോടൊപ്പം ചേരാൻ സാവൂളിനെ ക്ഷണിക്കുകയും ചെയ്തു. കാണാതായ കഴുതകളെ കണ്ടെത്തിയെന്നും അതിനാൽ അവയെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും അദ്ദേഹം സാവൂളിനോട് പറഞ്ഞു. തുടർന്ന് സാമുവേൽ ആശ്ചര്യകരമായ വാക്കുകൾ സംസാരിച്ചു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിന്റെ പിതൃഭവനത്തിലുമുള്ളവർക്കും അല്ലയോ? 1 സാമുവേൽ 9:20. അത്തരമൊരു ബഹുമതിക്ക് താൻ അർഹനല്ലെന്ന് സൗൾ കരുതിയതിനാൽ താൻ ഏറ്റവും ചെറിയ ഗോത്രമായ ബെഞ്ചമിനിൽപ്പെട്ടവനും എളിയ വംശജനുമാണ് എന്നുമാണ് അദ്ദേഹം വിനയാന്വിതനായി മറുപടി നൽകിയത്. സാമുവേൽ സൗളിനെയും സേവകനെയും വിരുന്നിന് കൊണ്ടുപോയി. അതിഥികൾക്കിടയിൽ സൗളിന് ബഹുമാന്യ സ്ഥാനമാണ് നൽകിയത്. മുൻകൂട്ടി മാറ്റിവെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ വിശേഷാൽ വിഹിതം അദ്ദേഹം സൗളിന് നൽകി. വിരുന്നിന് ശേഷം സൗൾ സാമുവേലിനോടൊപ്പം താമസിച്ച് രാത്രി വിശ്രമിച്ചു. ദൈവിക പദ്ധതി അവിടുത്തെ സമയത്ത് എങ്ങനെ വിരിയുന്നു എന്ന് ഈ ഭാഗം കാണിച്ചു തരുന്നു. കാണാതായ കഴുതകൾക്കായുള്ള ഒരു ലളിതമായ തിരച്ചിൽ സൗളിനെ ഒരു ദൈവനിയുക്ത കൂടിക്കാഴ്ചയിലേക്ക് നയിച്ചു. യഹൂദ കത്തോലിക്ക വീക്ഷണങ്ങൾ ഇതിനെ ദൈവിക നടത്തിപ്പും ദൈവപരിപാലനയുമായി കാണുന്നു. സൗളിൻ്റെ വിനയം ഇവിടെ വ്യക്തമാണ്. അധികാരമോഹി അല്ലാത്ത അദ്ദേഹം താൻ അയോഗ്യനാണെന്ന് സ്വയം കരുതി. തങ്ങളെ തന്നെ ഉന്നതരായി കണക്കാക്കാത്ത എളിയവരെയാണ് ദൈവം പലപ്പോഴും
തിരഞ്ഞെടുക്കുന്നത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം ഇതിനകം സാവൂളിനെ തിരഞ്ഞെടുത്തിരുന്നുവെന്ന് സാമുവേലിൻ്റെ പ്രവൃത്തികളും കാണിക്കുന്നു. സാവൂളിൻ്റെ അഭിഷേകം നോക്കാം. പ്രഭാതമായപ്പോൾ സാമുവേൽ സാവൂളിനെ യാത്രയാക്കി. അവർ നഗരം വിട്ടു പോകുമ്പോൾ സാമുവേൽ സാവൂളിനോട് സ്വകാര്യമായി സംസാരിക്കാൻ വേലക്കാരനോട് മുൻപേ പോകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സാമുവേൽ ഒരു പാത്രം തൈലമെടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു. അദ്ദേഹം പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. 1 സാമുവേൽ 10:1. സാവൂൾ ദൈവജനത്തെ ഭരിക്കുമെന്നും ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലെ രാജഭരണത്തിൻ്റെ തുടക്കമായിരുന്നു ഈ നിമിഷം. സാവൂൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നതിൻ്റെ വിശുദ്ധ അടയാളമായിരുന്നു തൈലാഭിഷേകം. യഹൂദ കത്തോലിക്ക വീക്ഷണങ്ങളിൽ അഭിഷേകം സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനായി മാറ്റി നിർത്തപ്പെടുക എന്നാണ്. സാവൂൾ ജനങ്ങളാൽ മാത്രമല്ല ദൈവത്താലും തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. ദൈവവിളി പരസ്യമാക്കുന്നതിന് മുൻപ് പലപ്പോഴും നിശബ്ദമായിട്ടാണ് ആരംഭിക്കുന്നത് എന്ന് സ്വകാര്യ അഭിഷേകം കാണിക്കുന്നു. അത് ദൈവവും അവിടുന്ന് വിളിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൈലമൊഴിക്കുന്ന പ്രവൃത്തിക്കും ആഴമേറിയ അർത്ഥമുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും ശക്തിയെയും അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെയുമാണ് സൂചിപ്പിക്കുക. കത്തോലിക്ക വീക്ഷണത്തിൽ ഇത് സേവനത്തിനായി ഒരാൾ അഭിഷേകം ചെയ്യപ്പെടുന്ന സ്ഥൈര്യലേപന കൂദാശയിലേക്കും തിരുപ്പട്ട ശുശ്രൂഷയിലേക്കും വിരൽ ചൂണ്ടുന്നു. സാവൂളിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ദൈവം തന്നെയാണ് അവനെ തിരഞ്ഞെടുത്തത് എന്ന് ഉറപ്പാക്കാൻ സാമുവേൽ അവന് വ്യക്തമായ അടയാളങ്ങൾ നൽകി. റാഹേലിൻ്റെ കല്ലറയ്ക്ക് അടുത്ത് വെച്ച് 2 പുരുഷന്മാർ സാവൂളിനെ സന്ദർശിച്ച് കാണാതായ കഴുതകളെ കണ്ടെത്തിയെന്നും അവൻ്റെ പിതാവ് അവരെക്കുറിച്ച് ഉത്കണ്ഠാകുലനാണെന്ന് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ബഥേലിലേക്ക് പോകുന്ന വഴിയിൽ സാവൂൾ 3 പുരുഷന്മാരെ കണ്ടുമുട്ടും. അവർ അവനെ വന്ദിക്കുകയും അവന് അപ്പം നൽകുകയും ചെയ്യും. അത് അവൻ സ്വീകരിക്കണം. അതിനുശേഷം ഫിലിസ്ത്യരുടെ ഒരു താവളത്തിന് സമീപം അവൻ എത്തും. അവിടെ സംഗീതോപകരണങ്ങളുമായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സംഘം പ്രവാചകന്മാരെ അവൻ കണ്ടുമുട്ടും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിൻ്റെ മേൽ ആവസിക്കുകയും അവൻ അവരോടൊപ്പം ചേർന്ന് മറ്റൊരു മനുഷ്യനായി മാറുകയും ചെയ്യും. ദൈവം തന്നോട് കൂടെ ഉള്ളതിനാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ സാവൂൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കണമെന്ന് സാമുവേൽ നിർദ്ദേശിച്ചു. കൂടാതെ ഗിൽഗാലിലേക്ക് പോയി ഉപദേശങ്ങൾക്കായി കാത്തിരിക്കാനും അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടു. സാമുവേലിൻ്റെ പക്കൽ നിന്ന് സാവൂൾ പുറപ്പെട്ട ശേഷം പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. ദൈവം അവൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു. സാവൂൾ പ്രവാചകന്മാരെ കണ്ടുമുട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ ആവസിച്ചു. അവൻ അവരോടൊപ്പം പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ അറിയുന്നവർ അത്ഭുതത്തോടെ ചോദിച്ചു, സാവൂളും പ്രവാചകനോ? 1 സാമുവേൽ 10:11. ഇത് പിന്നീട് പ്രശസ്തമായൊരു പുഴഞ്ചൊല്ലായി മാറി. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം അപ്രതീക്ഷിതമാണെന്ന് ഇത് കാണിക്കുന്നു. തൻ്റെ ഇഷ്ടപ്രകാരം ആരെയും ഉയർത്താനും പരിവർത്തനം ചെയ്യാനും ദൈവത്തിന് കഴിയും. ഇതിനുശേഷം സാവൂൾ വീട്ടിലേക്ക് മടങ്ങി. താൻ എവിടെയായിരുന്നുവെന്ന് പിതൃ സഹോദരൻ ചോദിച്ചപ്പോൾ കഴുതകളെ തിരഞ്ഞതിനെക്കുറിച്ചും സാമുവേലിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും മാത്രമേ സാവൂൾ സംസാരിച്ചുള്ളൂ. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിച്ചു. തൻ്റെ രാജപദവിയെക്കുറിച്ചുള്ള സാവൂളിൻ്റെ ഈ മൗനം അദ്ദേഹത്തിൻ്റെ വിനയത്തെയും ജാഗ്രതയെയുമാണ് വെളിപ്പെടുത്തുന്നത്. അധികാരം കൈക്കലാക്കാനോ അംഗീകാരം തേടാനോ അദ്ദേഹം തിടുക്കം കൂട്ടിയില്ല. ദൈവത്തിൻ്റെ വിളി വിനയത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേൽ ഇസ്രായേൽ ജനത്തെ എല്ലാം മിസ്പായിൽ വിളിച്ചുകൂട്ടി. ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതും ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതും ഓർമ്മിപ്പിച്ചു. എങ്കിലും ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ അവർ തങ്ങളുടെ യഥാർത്ഥ ഭരണാധികാരിയായ ദൈവത്തെ നിരസിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. തുടർന്ന് കർത്താവിൻ്റെ മുമ്പിൽ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ സാമുവേൽ ആരംഭിച്ചു. ഗോത്രങ്ങളെ ഓരോന്നായി വിളിച്ചപ്പോൾ ബെഞ്ചമിൻ ഗോത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഗോത്രത്തിൽ നിന്ന് മാത്രി കുടുംബവും ഒടുവിൽ കീഷിന്റെ മകനായ സാവൂളും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അവർ സാവൂളിനെ അന്വേഷിച്ചപ്പോൾ അവിടെ കണ്ടില്ല. കർത്താവിനോട് ചോദിച്ചപ്പോൾ അവൻ സാധന സാമഗ്രികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് മറുപടി ലഭിച്ചു. അവർ സാവൂളിനെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ്റെ ഉയരവും രൂപഭാവവും എല്ലാവരിലും ഉപരിയായിരുന്നു. കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് സാമുവേൽ ചോദിച്ചു.
രാജാവ് വാഴട്ടെ എന്ന് ആർപ്പ് വിളിച്ചുകൊണ്ട് ജനങ്ങൾ സന്തോഷത്തോടെ പ്രതികരിച്ചു. 1 സാമുവേൽ 10:24. അതിനുശേഷം സാമുവേൽ രാജഭരണത്തിന്റെ ഉത്തരവാദിത്തങ്ങളും നിയമങ്ങളും വിവരിക്കുകയും അവ ഒരു ഗ്രന്ഥത്തിൽ എഴുതി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ജനങ്ങൾ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. ദൈവം ഹൃദയത്തെ സ്പർശിച്ച വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളോടൊപ്പം സാവൂളും തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ചിലർ അവനെ ബഹുമാനിക്കുന്നതിന് പകരം സംശയിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. സാധന സാമഗ്രികൾക്കിടയിൽ സാവൂൾ ഒളിച്ചിരുന്നത് അവൻ്റെ വിനയത്തെയും ഒരുപക്ഷെ അനിശ്ചിതത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അധികാരം നേടിയെടുക്കാൻ അവൻ സ്വയം മുന്നോട്ട് വന്നില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തുടക്കത്തിൽ തങ്ങൾ അയോഗ്യരാണെന്നോ അല്ലെങ്കിൽ വൈമനസ്യമോ തോന്നാമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ജനങ്ങളുടെ സമ്മിശ്ര പ്രതികരണം ശ്രദ്ധേയമാണ്. ചിലർ സാവൂളിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ അവനെ നിരസിച്ചു. മാനുഷിക നേതൃത്വം എപ്പോഴും അംഗീകാരത്തെയും എതിർപ്പിനെയും നേരിടേണ്ടി വരുമെന്ന് ഇത് കാണിക്കുന്നു. ഇനി അമ്മോന്യരെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള സാവൂളിന്റെ ആദ്യ വിജയം നോക്കാം. സാവൂൾ രാജാവായതിനു ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മോന്യനായ നാഹാഷ് യാബേഷ് ഗിലെയാദ് നഗരത്തെ ആക്രമിച്ചു. നഗരവാസികൾ ഭയപ്പെടുകയും സമാധാന ഉടമ്പടിക്കായി അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നാഹാഷ് ക്രൂരമായ ഒരു നിബന്ധന വെച്ചു. എല്ലാ പുരുഷന്മാരുടെയും വലത് കണ്ണ് താൻ കുത്തിപ്പൊട്ടിക്കുമെന്നും അത് ഇസ്രായേലിന് മുഴുവൻ അപമാനമായിരിക്കുമെന്നും അവൻ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് സഹായം തേടുന്നതിനായി യാബേഷിലെ ശ്രേഷ്ഠന്മാർ 7 ദിവസത്തെ സാവകാശം ചോദിച്ചു. ദൂതന്മാർ സാവൂളിന്റെ പട്ടണത്തിൽ വന്ന് ജനങ്ങളോട് വിവരം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. വാർത്ത കേട്ടപ്പോൾ സൗളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുകയും അവൻ നീതിപൂർവകമായ ക്രോധത്താൽ നിറയുകയും ചെയ്തു. അവൻ ഒരു ജോഡി കാളകളെ എടുത്ത് കഷണങ്ങളായി മുറിച്ച് ഇസ്രായേലിൽ ഉടനീളം ഒരു സന്ദേശം അയച്ചു. യുദ്ധത്തിൽ തന്നോടൊപ്പം ചേരാത്തവർക്കും ഇതേ അവസ്ഥയുണ്ടാകും. ഇത് ജനങ്ങൾക്കിടയിൽ ഭയമുണ്ടാക്കി. അവർ ഒറ്റ സൈന്യമായി ഒരുമിച്ച് വന്നു. സൗൾ വലിയൊരു സൈന്യത്തെ ശേഖരിക്കുകയും അടുത്ത ദിവസം സഹായം എത്തുമെന്ന് യാബേഷ് ഗിലെയാദിലേക്ക് സന്ദേശം അയക്കുകയും ചെയ്തു. യാബേഷ് നിവാസികൾ സന്തോഷിക്കുകയും തങ്ങൾ അടുത്ത ദിവസം കീഴടങ്ങുമെന്ന് ശത്രുവിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രഭാതത്തിൽ സൗൾ തന്റെ സൈന്യത്തെ ഗ്രൂപ്പുകളായി വിഭജിച്ച് അമ്മോന്യരെ ആക്രമിച്ചു. യുദ്ധം പൂർണ്ണ വിജയത്തിൽ അവസാനിക്കുകയും ശത്രുക്കൾ ചിതറിക്കപ്പെടുകയും ചെയ്തു. സൗളിന്റെ നേതൃത്വത്തിന്റെ ഫലപ്രദമായ തുടക്കമാണ് ഈ സംഭവം കാണിക്കുന്നത്. ഇതിലെ പ്രധാന വാക്യം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തമായി ആവസിച്ചു എന്നതാണ്. സൗളിന്റെ ശക്തിയും ധൈര്യവും അവനിൽ നിന്നല്ല, മറിച്ച് അവനിൽ പ്രവർത്തിച്ച ദൈവാത്മാവിൽ നിന്നാണ് ഉണ്ടായത്. ജനങ്ങളുടെ ഐക്യവും വളരെ പ്രധാനമാണ്. മുൻപ് ഇസ്രായേൽ ഭിന്നിച്ചും അനിശ്ചിതത്വത്തിലും ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ സൗളിന്റെ നേതൃത്വത്തിൽ ഒന്നായി ചേർന്നു. ദൈവത്തിന്റെ ആത്മാവ് സജീവമായിരിക്കുമ്പോൾ അത് ഐക്യവും കരുത്തും നൽകുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അമ്മോന്യരുടെ മേലുള്ള വിജയത്തിന് ശേഷം ജനങ്ങൾക്ക് സൗളിൽ പൂർണ്ണ വിശ്വാസമായി. മുൻപ് അവർ സംശയിക്കുകയും അവരുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തവരെ ശിക്ഷിക്കണമെന്ന് ചിലർ ആഗ്രഹിച്ചു. ആ ആളുകളെ വധിക്കാനായി മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ സൗൾ അവരെ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നേതായാലും ആരെയും കൊല്ലണ്ട. കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണിന്ന്. 1 സാമുവേൽ 11:13. പ്രതികാരത്തിന് പകരം സൗൾ തിരഞ്ഞെടുത്തത് കരുണയാണ്. അതോടൊപ്പം വിജയത്തിന്റെ മഹത്വം അദ്ദേഹം നൽകിയത് ദൈവത്തിനാണ്. തന്റെ എതിരാളികളെ ശിക്ഷിക്കാനുള്ള സൗളിന്റെ വിസമ്മതം അവന്റെ വിനയത്തെയും വിവേകത്തെയും ദൈവവിശ്വാസത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. വിജയം തന്റെ സ്വന്തം നേട്ടമല്ലെന്നും കർത്താവിന്റെ പ്രവൃത്തിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. തുടർന്ന് രാജപദവി പുതുക്കുന്നതിനായി ഗിൽഗാലിലേക്ക് പോകാൻ സാമുവേൽ ജനങ്ങളെ വിളിച്ചു. അവിടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവർ സൗളിനെ രാജാവായി സ്ഥിരീകരിച്ചു. അവർ കൃതജ്ഞതാബലികൾ അർപ്പിക്കുകയും എല്ലാ ജനങ്ങളും വളരെ സന്തോഷിക്കുകയും ചെയ്തു. ഇസ്രായേലിലെ രാജഭരണം കേവലം രാഷ്ട്രീയമായല്ല, മറിച്ച് ആത്മീയമായതാണ് എന്ന് ഇത് കാണിക്കുന്നു. സാമുവേൽ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയും അവരുടെ ആവശ്യം പരിഗണിച്ച് താൻ ഒരു രാജാവിനെ നിയമിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തൻ്റെ യൗവനം മുതൽ വാർദ്ധക്യം വരെ താൻ അവരെ വിശ്വസ്തയോടെ സേവിച്ചുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. താൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും അനീതി കാട്ടിയിട്ടുണ്ടോ, ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, അതോ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചോദിച്ചു. അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ തൻ്റെ നേതൃത്വം സത്യസന്ധവും ഉത്തമവുമായിരുന്നുവെന്ന് സാമുവേൽ തെളിയിച്ചു.
തുടർന്ന് ചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. മോശയുടെയും അഹ്റോന്റെയും കാലം മുതൽ ജനങ്ങൾ നിലവിളിക്കുമ്പോഴെല്ലാം ദൈവം അവരെ വീണ്ടും വീണ്ടും രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ പലപ്പോഴും കർത്താവിനെ മറക്കുകയും അന്യദേവന്മാരിലേക്ക് തിരിയുകയും ചെയ്തു. കർത്താവ് തന്നെ അവരുടെ യഥാർത്ഥ രാജാവായിരുന്നിട്ടും അമ്മോന്യനായ നാഹാഷിന്റെ ഭീഷണി ഉണ്ടായപ്പോൾ അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. സാമുവേൽ അവരുടെ മുമ്പിൽ വ്യക്തമായൊരു നിബന്ധന വെച്ചു. ജനങ്ങളും അവരുടെ രാജാവും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ശബ്ദം അനുസരിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്താൽ എല്ലാം മംഗളമായി ഭവിക്കും. എന്നാൽ അവർ ദൈവത്തെ അനുസരിക്കാതെ പിന്തിരിഞ്ഞു പോയാൽ ജനങ്ങളും രാജാവും അവിടുത്തെ ശിക്ഷാവിധി നേരിടേണ്ടി വരും. തന്റെ സന്ദേശം സ്ഥിരീകരിക്കുന്നതിനായി സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ വരണ്ട വിളവെടുപ്പ് കാലത്ത് ദൈവം ഇടിയും മഴയും അയച്ചു. ഈ അസാധാരണ സംഭവം ജനങ്ങളെ ഭയചകിതരാക്കി. അവർ തങ്ങളുടെ പാപം തിരിച്ചറിയുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാമുവേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സാമുവേൽ അവർക്ക് പ്രത്യാശ നൽകി. ഭയപ്പെടേണ്ടതില്ലെന്നും കർത്താവിലേക്ക് മടങ്ങി വന്ന് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കണമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ സ്നേഹം നിമിത്തം അവിടുന്ന് തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവരെ ശരിയായ വഴിയിൽ നയിക്കുമെന്നും സാമുവേൽ വാഗ്ദാനം ചെയ്തു. എങ്കിലും അദ്ദേഹം അവസാനമായി ഒരു മുന്നറിയിപ്പ് നൽകി. അവർ തിന്മയിൽ തുടർന്നാൽ ജനങ്ങളും രാജാവും ഒരുപോലെ നശിച്ചു പോകും. ഇനി ഇതിൽ നിന്ന് നമുക്കുള്ള ജീവിത പാഠങ്ങൾ നോക്കാം. ഒന്ന്, മാനുഷിക പരിഹാരങ്ങളെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റു ജനതകളെപ്പോലെ ഒരു രാജാവിനെയാണ് ഇസ്രായേൽ ആഗ്രഹിച്ചത്. മാനുഷിക ശക്തിയിലോ ലൗകിക മാർഗങ്ങളിലോ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ ആത്മവിശ്വാസം ആദ്യം ദൈവത്തിൽ അർപ്പിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 2, നേതാക്കൾ വിശ്വസ്തയോടെ ജീവിക്കണം. സാമുവേലിന്റെ പുത്രന്മാർ അഴിമതിക്കാരായെങ്കിലും അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും സത്യസന്ധനും വിശ്വസ്തനുമായി തുടർന്നു. നേതൃത്വം എന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നീതിയും സുതാര്യതയും ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്നു. 3, ദുർമാതൃക വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാം. സാമുവേലിന്റെ പുത്രന്മാരുടെ പരാജയം ഒരു രാജാവിനായുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തിന് കാരണമായി. നേതാക്കളോ മാതാപിതാക്കളോ എന്ന നിലയിലെ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ നന്മയിലേക്കോ തിന്മയിലേക്കോ ആഴത്തിൽ സ്വാധീനിക്കുന്നു. 4, നമ്മുടെ അപൂർണ ആവശ്യങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. ഇസ്രായേലിന്റെ ആവശ്യം കുറ്റമറ്റതായിരുന്നില്ല. എങ്കിലും ദൈവം അവരെ നയിക്കുകയും സൗളിനെ രാജാവായി നൽകുകയും ചെയ്തു. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പോലും നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആ തിരഞ്ഞെടുപ്പുകൾക്ക് ഇപ്പോഴും അതിൻ്റെതായ പരിണത ഫലങ്ങൾ ഉണ്ടാകും. 5, യഥാർത്ഥ നേതൃത്വം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് വരുന്നത്. ദൈവാത്മാവ് സൗളിന്റെ മേൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ജനത്തെ രക്ഷിക്കാൻ പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്തു. നേതൃത്വം എന്നത് കേവലം കഴിവിലോ രൂപഭാവങ്ങളിലോ ഉള്ളതല്ല, മറിച്ച് ദൈവത്താൽ നയിക്കപ്പെടുന്നതിലാണ്. 6, നേതൃത്വത്തിൽ വിനയം അത്യന്താപേക്ഷിതമാണ്. തുടക്കത്തിൽ സൗൾ വലിയ വിനയം കാണിച്ചു. അദ്ദേഹം ബഹുമതികൾ അന്വേഷിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒളിച്ചിരിക്കുക പോലും ചെയ്തു. തങ്ങളെ തന്നെ അയോഗ്യരായി കരുതുന്നവരെയാണ് ദൈവം പലപ്പോഴും വിളിക്കുന്നത്. വിനയം നേതാക്കളെ പക്വമതികളാക്കുന്നു. 7, പ്രതികാരം ഒഴിവാക്കി കരുണ തിരഞ്ഞെടുക്കുക. വിജയത്തിന് ശേഷം തന്നെ എതിർത്തവരെ ശിക്ഷിക്കാൻ സൗൾ വിസമ്മതിച്ചു. പ്രതികാരം ചെയ്യുന്നതിന് പകരം ക്ഷമിക്കാനും മഹത്വം ദൈവത്തിന് നൽകാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 8, ദൈവത്തോടുള്ള അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. രാജാവും ജനവും ദൈവത്തെ അനുസരിക്കണമെന്ന് സാമുവേൽ വ്യക്തമായി പഠിപ്പിച്ചു. വിജയവും സ്ഥിരതയും വരുന്നത് അധികാരത്തിൽ നിന്നല്ല, മറിച്ച് ദൈവഹിതത്തോടുള്ള വിശ്വസ്തതയിൽ നിന്നാണ്. 9, അനുതാപം ദൈവകരുണയുടെ കവാടം തുറക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ പാപം തിരിച്ചറിഞ്ഞപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. നിരാശപ്പെടരുതെന്ന് പറഞ്ഞ് സാമുവേൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. പരാജയപ്പെടുമ്പോഴും ദൈവം നമ്മെ തിരികെ വിളിക്കുന്നു. 10, പ്രാർത്ഥനയും മധ്യസ്ഥതയും അത്യന്താപേക്ഷിതമാണ്. ജനങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുമെന്ന് സാമുവേൽ വാഗ്ദാനം ചെയ്തു. ആത്മീയ നേതാക്കളും എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിലൂടെയും മാർഗനിർദ്ദേശത്തിലൂടെയും മറ്റുള്ളവരെ പിന്തുണയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യഥാർത്ഥ രാജാവായ ദൈവമേ, മാനുഷിക ശക്തിയിൽ അമിതമായി വിശ്വസിക്കാതെ എല്ലാറ്റിനും ഉപരി അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വസ്തയോടെ ജീവിക്കാനും സത്യം സംസാരിക്കാനും
മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാനും സാമുവേലിൻ്റെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. സൗളിനെ പോലെ സേവന സന്നദ്ധതയും ബഹുമതികൾ അന്വേഷിക്കാത്തതുമായ വിനീത ഹൃദയം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ. ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആത്മാർത്ഥമായ അനുതാപത്തോടെ ഞങ്ങളെ അങ്ങയിലേക്ക് നയിക്കണമേ. അങ്ങയുടെ ഹിതം അനുസരിക്കാനും എപ്പോഴും അങ്ങയുടെ വഴികളിൽ ചരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.